ഹലോ മക്കളെ, അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നിങ്ങൾ കണ്ടു കാണും. അതായത് കാണാപ്പാടം അല്ല വേണ്ടത്, മനസ്സിലാക്കിയാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ എന്തൊക്കെയാണുള്ളതെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഞാൻ ചുരുക്കി പറയുന്നുണ്ടാകും. ആൻഡ് ഇതിനകത്ത് പറയുന്നുണ്ട് ഇത് പ്രകാരമുള്ള ഈ ഒരു മാറ്റം പ്രകാരമുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് SCERT ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഈ മാറ്റങ്ങളൊന്ന് അനലൈസ് ചെയ്യുന്നുണ്ടാകും. അതുമാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലായിട്ട് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് കാണാം, നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം. സോ ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസിനും അതേപോലെ തന്നെ അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു ചാനലിലൂടെ വരുന്നുണ്ടാകും. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത്? ഫസ്റ്റ് തന്നെ ഹെഡിങ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി നമ്മൾ കാണാപ്പാഠം പഠിച്ച് അങ്ങനെ തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇനി ഉണ്ടാവില്ല. ഈ മാറ്റം ഓണപരീക്ഷ മുതലാണ് വന്നു തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയുന്നുണ്ടാകും. അതിൽ ഒന്നാമത്തത് 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിനും സെപ്പറേറ്റ് മാത്സിൻ്റെ ഗണിതത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. 3-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ അതായത് മെയിനായിട്ട് നമ്മൾ നീറ്റ് എക്സാമിനൊക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഉണ്ടാവുക. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ ഏകദേശം ആ ഒരു നീറ്റ് പാറ്റേണിനോട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് 8-ലും 9-ലും 10-ലും ഒക്കെ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ LP UP ക്ലാസ്സുകൾക്ക് 20% എന്തായിരിക്കും? ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഹൈസ്കൂളുകാർക്ക് 10% ആയിരിക്കും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ആൻഡ് ഈ ഒരു ചോദ്യങ്ങളിലൂടെ എന്തൊക്കെയാണ് മെയിനായിട്ട് പരിശോധിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ബൈ ഹാർട്ട് പഠിക്കുന്നത് ഒന്നും പറ്റില്ല. അതായത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടോ? നിങ്ങൾ ആ പറയുന്ന കോൺസെപ്റ്റ്, നിങ്ങൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ്, പഠിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് മാത്രം എഴുതാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടോ എന്ന് അവിടെ ചെക്ക് ചെയ്യും. രണ്ടാമത്തതായിട്ട് ആപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യങ്ങളുണ്ടാവും. അതായത് ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു, അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ചോദ്യം. അതായത് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് അറിയുമെങ്കിൽ മാത്രം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് ഡീപ്പായിട്ട് ആ കോൺസെപ്റ്റ് അറിഞ്ഞെങ്കിൽ മാത്രമേ അത് എഴുതാൻ പറ്റുള്ളൂ. ആൻഡ് മൂന്നാമത്തതായിട്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം ചെക്ക് ചെയ്യുന്ന ചോദ്യങ്ങളായിരിക്കും. അതായത് ചിലപ്പം പൊല്യൂഷൻ റിലേറ്റഡോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമൂഹ്യ പ്രശ്നങ്ങൾ രീതിയിലുള്ളതോ അതിനോട് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്നുള്ള രീതിയിലുള്ളതായിരിക്കും. അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാകും. പിന്നെ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതായത് ഒരു പ്രസ്താവന തരും, അത് വിശകലനം ചെയ്ത് എഴുതുക. അപ്പോൾ ആ പ്രസ്താവന എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് നമ്മളുടെ അഭിപ്രായം എഴുതാൻ വേണ്ടി പറ്റണം. അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോൾ ഒരു പ്രസ്താവന തന്നിട്ട് നമ്മളോട് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, അങ്ങനത്തെ ചോദ്യങ്ങളുണ്ടാകും. പിന്നെ ക്രിയേറ്റീവ് വാല്യൂസ് ചെക്ക് ചെയ്യുന്ന ചോദ്യങ്ങളുണ്ടാകും. ദെൻ മാത്തമാറ്റിക്കലായിട്ടുള്ള കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് ഉണ്ടാകുന്ന ചോദ്യങ്ങളുണ്ടാകും. മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളായിരിക്കും, ഈ 7 പോയിൻറ്റ്സ് ആയിരിക്കും നിങ്ങളുടെ ചോദ്യ പേപ്പറിലൂടെ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ തന്നെ ഇപ്പോൾ നമ്മളിത് കേട്ടിട്ട് അയ്യോ ആകെ എല്ലാം കയ്യിൽ നിന്ന് പോയി, എനിക്കിനി പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടില്ല, അങ്ങനെ ടെൻഷനൊന്നും അടിക്കണ്ട. ഇതിൽ 30% ചോദ്യങ്ങൾ എന്തായിരിക്കും? ഈസി ആയിട്ടുള്ളതായിരിക്കും. ആൻഡ് ഒരു 50% മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 20% ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിഞ്ഞെങ്കിൽ മാത്രം എഴുതാൻ പറ്റുന്നതും നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് അത്രയും ഡീപ്പായിട്ട് അറിയെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 9-ാം ക്ലാസ്സിൻ്റെ ഒരു ചോദ്യ പേപ്പർ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് SCERT പുറത്തിറക്കിയിട്ടുള്ള 9-ാം ക്ലാസ്സിൻ്റെ ബയോളജി ചോദ്യ പേപ്പറാണ്. 9-ാം ക്ലാസ് ആകുമ്പോൾ 8-ാം ക്ലാസ്സുകാർക്ക് കുറച്ചൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 10-ാം ക്ലാസ്സിനും 9-ാം ക്ലാസ്സിനും മനസ്സിലാവുന്ന രീതിയിലാണ് ഹൈസ്കൂളിൻ്റെ 9-ാം ക്ലാസ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നമ്മളുടെ 1-ാമത്തെ ക്വസ്റ്റ്യൻ, 2-ാമത്തെ ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ 3-ാമത്തെ ക്വസ്റ്റ്യൻ. ആൻഡ് ഇത്രയും ചോദ്യങ്ങൾ എന്താണ്? അതാ നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ദെൻ നമ്മുടെ 4-ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ 4-ാമത്തെ ക്വസ്റ്റ്യൻ വരെയുള്ളത് എന്താണ്? നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഈ 1 മാർക്കിൻ്റെ ഒരു ചോദ്യം നിങ്ങൾ നോക്കിക്കേ, ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നീറ്റ് എക്സാമിനാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതായത് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റും തന്നിട്ടുണ്ടാവും, അതിൻ്റെ ഒരു കാരണവും തന്നിട്ടുണ്ടാവും, ഒരു പ്രസ്താവനയും അതിൻ്റെ കാരണവും. എന്നിട്ട് നമ്മളോട് പറയും ഇത് വായിച്ചിട്ട് ഇതിലേത് ഓപ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യുക. പ്രസ്താവനയും കാരണവും ശരിയാണോ, അതോ പ്രസ്താവന മാത്രമാണോ ശരി, കാരണം തെറ്റാണോ? ചില PSC ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ ഇങ്ങനെ വരാറുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാലും കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്ന് ഏത് ഓപ്ഷൻസാണ് ശരി എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ പവർ ഹൗസ് ഓഫ് എ സെൽ ഡാഷ്,
മൈറ്റോകോൺട്രിയ, റൈബോസോം, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ സൈറ്റോപ്ലാസം, അങ്ങനത്തെ 4 ഓപ്ഷൻ ഉണ്ടാവും. അത് ചൂസ് ചെയ്യാനല്ലേ വരിക. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ ഒരു ചോദ്യത്തിന് 4 ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ അതിന് ഒന്നിലധികം ഉത്തരങ്ങളുണ്ട്. ആ ഒന്നിലധികം ഉത്തരങ്ങൾ ഏതൊക്കെയാണ് കറക്റ്റായിട്ട് വരുന്നത് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടി വരും. അതേപോലെ ഇവിടെയും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു പാറ്റേണിലുള്ളത് കറക്റ്റ് ഓർഡർ ആക്കാനാണെന്ന് തോന്നും. കറക്റ്റ് ഇല്ലസ്ട്രേഷൻ ഇതിൽ ഏതാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം വേണ്ടത്. അപ്പോൾ ഇതിൽ ഇപ്പം നമ്മൾ ഹൈസ്കൂൾ ആയതുകൊണ്ട് 10% മാത്രമേ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ വന്നതിൽ 4 ക്വസ്റ്റ്യൻസ് ആണ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഓപ്ഷൻസ് ഇല്ല. ഓക്കെ, സാധാരണ നമുക്ക് എങ്ങനെയാണ് ഇതിൽ ഇത്ര എഴുതിയാൽ മതി എന്നല്ല. ഈ ഒരു സംഭവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് ഇല്ല. ഇതിൽ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ അറ്റൻഡ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മളൊരു 5 മുതൽ 12 വരെയുള്ളത് നമുക്ക് 2 മാർക്ക് വീതമാണുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഇപ്പം ബയോളജിയിലായതുകൊണ്ട് ചേഞ്ചസ് വന്നിട്ടുള്ള ടോപ്പിക്സ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 വ്യക്തികൾ തന്നിട്ടുണ്ട് ആൻഡ് അവരുടെ അഭിപ്രായം നോക്കിയിട്ട് അത് വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പത്ര റിപ്പോർട്ടിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കൂടുതലും വിശകലനം ചെയ്യാനുള്ള ചോദ്യങ്ങളുണ്ടാവും, അതായത് അനലിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും. ഇവിടെ ഒരു അനാലിസിസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, മറ്റൊരു അനാലിസിസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും, പിന്നെയും ഒരു അനാലിറ്റിക്കൽ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഈ ടോട്ടൽ ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ തന്നെ 3 അനലിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഒരു ചോദ്യത്തിന് വിശകലനം ചെയ്ത് നമ്മളുടെ അഭിപ്രായവും കൂടെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടൊക്കെ നമ്മൾ എഴുതേണ്ടി വരും. അത് വൃത്തിയായിട്ട് നമുക്ക് കോൺസെപ്റ്റ് അറിയെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള വിലയിരുത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവാലുവേറ്റ് ചെയ്യാന്നുള്ള ക്വസ്റ്റ്യൻസ്, വിലയിരുത്തുക. ഓക്കെ, അങ്ങനത്തെ ചോദ്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾക്ക് എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ കോൺസെപ്റ്റ് വൃത്തിയായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇവിടെയുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഡയഗ്രാം ഇത് 9ാം ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം ലൈവ് പോകുമ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എക്സാമിനറിൻ്റെ ക്ലാസ് 9 ചാനൽ. ഇത് നല്ലപോലെ കോൺസെപ്റ്റ് അറിഞ്ഞവർ മാത്രമേ ഈ ഒരു കാര്യമൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതായത് ജസ്റ്റ് ഗസ് വർക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ല തന്നിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഇതിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേ ലൈൻസ് അങ്ങനെ തന്നെ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കത് മനസ്സിലാക്കിയെങ്കിൽ മാത്രം എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടെൻഷൻ അടിക്കണോ പേടിക്കണോ ഒന്നുമല്ല വേണ്ടത്. നമ്മൾ ഇനിയുള്ള സമയം കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ, ആ കുറച്ച് ദിവസങ്ങളിൽ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. ഓക്കെ, പ്രത്യേകിച്ച് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യുക. അത് നമ്മളുടെ എക്സാമിനറിൻ്റെ ഓരോ ക്ലാസ്സുകളിലെ ലൈവിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവുകൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇപ്പോൾ മലയാളം മീഡിയത്തിൻ്റെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ഒക്കെ SCERTയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ലിങ്ക് മിസ് ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സിലെയും സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും മലയാളം മീഡിയത്തിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ കാണാം. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു പാറ്റേൺ നിങ്ങൾ നോക്കി വെക്കുക. ഇതിൽ ഓർ ക്വസ്റ്റ്യൻസ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ കുറവാണ്. അപ്പോൾ അതെങ്ങനെയായിരിക്കും നമ്മുടെ ഓണം എക്സാമിന് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. അപ്പോൾ എന്ത് വന്നാലും നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ചെയ്യും. ഓക്കെ, നമ്മൾ ടെൻഷൻ അടിച്ച് പേടിച്ച് പിന്മാറുകയല്ല വേണ്ടത്, അടിപൊളിയായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ഒന്ന് വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരണം എന്നാണ് കരുതിയത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ 2 മാർക്കിൻ്റെയും 1 മാർക്കിൻ്റെയും ഉണ്ട്. ഈ രീതിയിലായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നുണ്ടാകാം. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. നിങ്ങൾ അനുഭവിക്കുന്ന അതേ പ്രശ്നം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഉണ്ടാകും. ഓക്കെ, അവർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മിസ്സിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. മിസ്സിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് അതും കിട്ടുന്നുണ്ടാവും. ഓക്കെ.